മെനക്കെട്ടാ കിട്ടും അല്ലെ? മെനക്കെടുമല്ലോ. മെനക്കെട ചില ആൾക്കാർ മെനക്കെടൂല. ചില ആൾക്കാർ പോയി ഇത് വേറൊന്നുമല്ല, ഞാന് രാത്രി 2 മണി മുതൽ കഷ്ടപ്പെട്ട പൈസയാണ് ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. *#06# അടിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ IMEI നമ്പർ ഉണ്ട്, അത് എവിടെയെങ്കിലും ബോക്സിൽ. ഒന്ന് സുഹൃത്തെ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ നിസ്സഹകരണമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് ഉറങ്ങിയെന്നാ എന്നോട് ചോദിച്ചാൽ എന്താ എനിക്ക് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഗോവ സാമന്തവാടി എന്ന ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ട്രെയിൻ കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് ഞാൻ തമ്പനം ഒരു ഫോൺ വാങ്ങിയിട്ട് മോഷണം പോയി അല്ലെ? ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ മോഷണം പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ഫോൺ ഇപ്പോൾ മോഷണം പോയി, നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആൾക്കാരുണ്ട്. ചിലര് മോഷണം പോയിന്ന് പറഞ്ഞ് നേരെ വീട്ടിലങ്ങ് പോകും, കിടന്നുറങ്ങി അടുത്ത ഫോൺ വാങ്ങിച്ചങ്ങ് ജീവിക്കും. ഇദ്ദേഹം ഒരു ഫോൺ വാങ്ങിയിട്ട് ഇൻഫിനിക്സിന്റെ 16 GB റാം 256 സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ വാങ്ങിച്ചിട്ട് 40i വാങ്ങിയിട്ട് എത്ര ദിവസമായി? 19 ദിവസം ഉപയോഗിച്ച് എത്ര 20,000 രൂപ കൊടുത്ത് വാങ്ങിച്ച മുതല് ഇപ്പൊ പുള്ളിയുടെ കയ്യിലില്ല, മോഷണം പോയി. എവിടെ വെച്ച് പോയി? എന്ത് ചെയ്ത്? ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. അത് തന്നെ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്ത്? ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ റെസിപ്റ്റ് ആണ്. അപ്പൊ തന്നെ നേരെ പോയി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തില്ലേ? എന്തിനാ? പക്ഷെ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്റെ എന്താ പറയാ, എനിക്ക് ഫോൺ പോയാലും പ്രശ്നമല്ല, ആ സിം കാർഡ് അതിന്റെ നമ്പർ എന്റെ കോണ്ടാക്ടിങ് അതെന്തായാലും കിട്ടൂല. സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തോണ്ട് IMEI ചെക്ക് ചെയ്ത് ഫോണ് കിട്ടിയാ കിട്ടി, സിം കിട്ടൂല. സിം ഇപ്പൊരിക്കലും എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും വലിയ വിഷമായി പോലെ. ഇന്ന് അല്ല 2 മണിക്കൂർ സ്റ്റേഷനിലെല്ലാം പെറ്റീഷനെല്ലാം കഴിഞ്ഞ് പോലീസ് എന്തിനാ പറഞ്ഞു? അന്വേഷിക്കാം. ഇപ്പൊ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഫോണിന് വേണ്ടിട്ട്? പിന്നെ അടുത്ത വേറെ ചെയ്യാനില്ല, ഒരു പുതിയ ഫോൺ മേടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക, അത്രേ ഉള്ളൂ. എന്ത് കിട്ടുമെന്നൊരു ഉറപ്പില്ലെന്നേ. എന്ത് കാര്യം? എത്ര പേര് ഇതേപോലെ അല്ലെ ഉറപ്പില്ലാതിരിക്കും. പക്ഷെ മിക്ക ആൾക്കാരും കിട്ടുന്നുണ്ട് കേട്ടോ. ചില ഇത് ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയണം, ഇതിനകത്ത് ഇതിന്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് എവിടെ പോയാലും കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക്. പാസ്വേഡിലൊന്നും കാര്യമില്ല. അവര് എന്താ ചെയ്യാ, ഒരു പാസ്വേഡിലൊന്നും ഒരു കാര്യമില്ല. ആൻഡ്രോയിഡ് ഫോണിൽ പാസ്വേഡ് ഒരു കാര്യമില്ല, അതൊക്കെ പോവും. റീസ്റ്റോർ ചെയ്യാല്ലേ? എല്ലാം റീസ്റ്റോർ ചെയ്ത് അതെല്ലാം പോവും. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്, IMEI കൊടുത്തിരിക്കുന്നതിലേക്ക് ഇത് സെറ്റ് കിട്ടും തിരിച്ചു. ബോക്സ് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പെറ്റീഷൻ സ്റ്റേഷനിലെ പെറ്റീഷൻ കൊടുത്തതുകൊണ്ട് ഈ ബോക്സിൽ IMEI നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യും. സിം ഇടുകയാണെങ്കിൽ അവർക്ക് മെസ്സേജ് പോകും. അവര് പറഞ്ഞ സിം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ആപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ആപ്പ് ഉണ്ട്, ആപ്പിൽ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. എന്റെ പൊന്ന് സുഹൃത്തെ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ നിസ്സഹകരണമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസ്. ഇപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിന് പുറകെ നടക്കാൻ അവർക്ക് താല്പര്യമില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാന് തമ്പാനൂർ എന്നിട്ട് ഈ സംഭവം എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഇയാളെന്തിനാ ഉറങ്ങിയെന്നാ എന്നോട് ചോദിച്ചത്. എന്താ എനിക്ക് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗോവ സാമന്തവാടി എന്ന ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ട്രെയിൻ കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് ഞാൻ തമ്പനം 2 ട്രെയിൻ കയറിയിട്ട്. ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. എനിക്ക് ഉറങ്ങാനുള്ള അവകാശമില്ലേ? പോലീസുകാർ ചോദിച്ചു എന്തിനാ ഉറങ്ങിയെന്ന. ഉറങ്ങിപ്പോകുന്നത് ഒരു മനുഷ്യന്റെ മര്യാദ കേടാണോ? അതല്ല, എന്തായാലും നിങ്ങളെ ഫോണ് തിരിച്ച് കിട്ടട്ടെ എന്ന് വിചാരിക്കും. കിട്ടും, അത് കിട്ടും, അത് കിട്ടിയിരിക്കും. 19 ദിവസമായുള്ളൂ പുതിയ ഫോണാണ്. ഇതിന് വേണ്ടിട്ട് അടുത്ത എന്താണ് നീക്കം ചെയ്യുക? ഇപ്പൊ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് അല്ലേ? ഞാനിപ്പോ നേരെ പോകുന്നത് ഇപ്പൊ ഞാനിപ്പോ തമ്പാനൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്തിനാണ് അടുത്ത നടപടി എന്ന് പറഞ്ഞാല് ഞാൻ ഇതിന്റെ മുകളിൽ പോകും. അവര് നിസ്സഹകരണം എവിടെ പോകും? ഞാൻ ഒന്നുകിൽ സർക്കിളിനടുത്ത് പോകും, അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ പോകും. ഉറപ്പായിട്ട് ഞാൻ പോകും. ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പരിശ്രമിക്കും. നമ്മളെ കയ്യിൽ നിന്ന് ഫോൺ പോയി കഴിഞ്ഞാൽ കുറച്ച് മെനക്കെട്ടാ കിട്ടും അല്ലെ? മെനക്കെടുമല്ലോ. ചില ആൾക്കാർ മെനക്കെടൂല. ചില ഇത് വേറൊന്നുമല്ല, ഞാന് രാത്രി 2 മണി മുതൽ കഷ്ടപ്പെട്ട പൈസയാണ്.
ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉറക്കമില്ലാണ്ട് പലയിടയിലും ബോക്സ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ബോക്സ് ഉണ്ട്, പുതിയ സെറ്റ് അല്ലേ, ബോക്സ് ഉള്ളതുകൊണ്ട് അതിന്റെ IME ആയി അപ്പം IME നമ്പർ ഉള്ളതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. നമുക്ക് പലരുടെ കയ്യിലും ബോക്സ് ഒന്നും കാണൂല, ബോക്സ് ഒക്കെ കളഞ്ഞിട്ട് ഫോൺ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഗൈസ് *#06# അടിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ IME നമ്പർ ഉണ്ട്, അത് എവിടെയെങ്കിലും ബോക്സിലാ ഏതെങ്കിലും ഡയറിയിലാ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് ഉപകാരപ്പെടും. ഇപ്പൊ ബോക്സ് ഉള്ളതുകൊണ്ട് ഇത് ഓക്കെ, ബോക്സ് ഇല്ലെങ്കിൽ പെട്ട് ഫോൺ കളഞ്ഞിട്ട് മിണ്ടാതെ അടുത്ത ഫോൺ മാറ്റി ഉപയോഗിച്ചിട്ട് പോയിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ആ IME നമ്പർ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിളിൽ ഒന്ന് സേവ് ചെയ്തിട്ടാൽ മതി. മെയിൽ അടിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, കിട്ടും, ഇതും തിരിച്ചു കിട്ടും. ഫോണൊക്കെ കിട്ടണം, ബോക്സ് എല്ലാം കൊണ്ടുനടക്കാൻ നമുക്ക് എന്ത് സുഖമില്ലേ? ഒരു ഫോൺ 20,000 ഫോൺ വാങ്ങിച്ചിട്ട് ഈ ബോക്സ് കൊണ്ടുനടക്കാൻ നമുക്കെന്ത് വയ്യേ? ബോക്സ് 20,000 രൂപയ്ക്ക്. അപ്പൊ അത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. ഇത് കൈ തന്നെ വെച്ചേക്കുക, തിരിച്ചു കിട്ടും ഉറപ്പായിട്ടും. നമ്മളെ പോലീസുകാര് ഇതിനൊരു തീരുമാനം എടുത്തു തരും.